ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയ അഗ്ലി സ്റ്റോറി എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പെൺകുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് ആരോ പോകുന്നതാണ്. അവളുടെ ഹസ്ബൻഡിന്റെ ശരീരത്തിൽ നിറയെ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ഫ്ളാറ്റിലെ ആൾക്കാരെ വിളിച്ചിട്ട് പോലീസുകാർ അവിടേക്ക് വരികയും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുമാണ് കാണിക്കുന്നത്. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നേഹയുടെ ഹസ്ബൻഡായിരുന്നു കാർത്തിക്. എന്നാൽ അവൾക്ക് ഇഷ്ടമല്ലാതെ നടന്ന വിവാഹമായിരുന്നു അത്. കാർത്തിക് നിരന്തരം അവളെ സെക്ഷലി ഹരാസ് ചെയ്യുമായിരുന്നു. അവളുടെ സമ്മതമില്ലാതെയും അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അവൻ ഏർപ്പെടും. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ് തനിക്ക് അതിനുള്ള അവകാശമെല്ലാം തരുന്നതെന്നാണ് അവൻ പറയുന്നത്. എല്ലാ ദിവസവും രാത്രി അവന്റെ ഈ മറൈറ്റൽ റേപ്പിന് ഇരയായിരുന്നു നേഹയുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു കോളേജിലെ ടീച്ചറാണ് നേഹ. കൂടെയുള്ള മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ നേഹയെ പറ്റി അധികം ഒന്നും അറിയില്ല. അവളുടെ ഫാമിലി ലൈഫിനെ പറ്റിയും അറിയില്ല. മറ്റു പലരും വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയ ശേഷവും നേഹ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും കുട്ടികളില്ലാതെ ജീവിക്കുന്നത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നേഹ തന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ആരോടും ഒന്നും തുറന്നു പറഞ്ഞില്ല. കാർത്തിക് ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ജോലിയൊന്നും അവൻ മര്യാദയ്ക്ക് ചെയ്യില്ലായിരുന്നു. ഫുൾ ടൈം തന്റെ മോണിറ്ററിലെ നേഹയുടെ പിക്ചർ നോക്കിയിരിക്കും. അവളോട് വളരെയധികം ഒരു സെക്ഷൽ അട്രാക്ഷൻ ആയിരുന്നു അവനുണ്ടായിരുന്നത്. എപ്പോഴും അവളുടെ കൂടെ സെക്സ് ചെയ്യണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ ഇവൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തത് കാരണം അവന്റെ കമ്പനി മാനേജർ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ മാനേജറിനെ പോലും അവൻ ഭീഷണിപ്പെടുത്തുന്നു. മാനേജറിന് ആ ഓഫീസിലെ ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവരുടെ പ്രൈവറ്റ് വീഡിയോസ് അവരറിയാതെ കാർത്തിക് ഷൂട്ട് ചെയ്യുകയും അത് കാണിച്ച് മാനേജറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. തന്റെ കൊളീഗ്സിന്റെ കൂടെ പബ്ബിലും മറ്റും കാർത്തിക് പോകുമ്പോഴും അവിടെ ഡാൻസ് ചെയ്യുന്ന സ്ത്രീകള് അവനെ വന്ന് തൊടാൻ അവൻ അനുവദിക്കില്ലായിരുന്നു. അങ്ങനൊരു സ്ത്രീ വന്ന് തൊട്ടതും അവൻ ആ പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്നു. വീട്ടിലെ വൈഫിനോട് ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് നീ ഇതൊക്കെ ഈ സ്ത്രീകളോട് തീർക്കുന്നതെന്നാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗ് പറയുന്നത്. ദേഷ്യം വന്നവനാകട്ടെ അയാളുടെ തലയ്ക്കും ബിയർ ബോട്ടിൽ എടുത്ത് അടിക്കുന്നു. ഞാനൊന്നും നിന്നെ പോലല്ല എന്നും ഫാമിലി മാൻ ആണെന്നും തന്റെ വൈഫിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. നേഹയുടെയും കാർത്തികിന്റെയും വീട്ടില് റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോലിക്ക് വരുമായിരുന്നു. അന്ന് കാർത്തിക് വന്ന് ബെല്ലടിക്കുമ്പോൾ റാണിയാണ് പോയി വാതില് തുറക്കുന്നത്. നേഹ ഒരു ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിയുണ്ടാക്കിയിട്ട് വന്നത് കാരണം കാർത്തികിന്റെ തല ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഐസ് പാക്ക് വേണമെന്ന് നേഹയോട് പറയുമ്പോൾ നേഹ മൈൻഡ് പോലും ചെയ്യാതിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ റാണിയാണ് കൊണ്ടു കൊടുക്കുന്നത്. എന്നാൽ നേഹ അത് എടുത്തുകൊണ്ട് വരാത്തത് കാരണം അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നവനാകട്ടെ ആഷ്ട്ര എടുത്തുകൊണ്ട് വരാൻ നേഹയോട് പറയുന്നു. നേഹ അപ്പോഴും കേൾക്കാത്ത പോലെ ഇരുന്നു. അവനെ മൈൻഡ് ചെയ്തില്ല. ദേഷ്യം വന്ന കാർത്തിക് ആകട്ടെ അവളോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ ആഷ്ട്ര എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഇന്ന് നിനക്ക് നിന്റെ റൂമില് തനിച്ച് കിടന്നുറങ്ങാൻ പറ്റുമെന്ന്. അത് കേട്ടതും നേഹ പെട്ടെന്ന് പോയി ആശ്രയെ തപ്പിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് കണ്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം ഞാൻ ഐസ് പാക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ല, ആശ്രയ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ടും കൊണ്ടുവന്നില്ല, നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ അത് എടുക്കാൻ പോയിരിക്കുന്നു. അവൻ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അവളുടെ കയ്യില് അവളുടെയും അവളുടെ പഴയ കാമുകൻ ഗൗതമിന്റെയും പേര് ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ദേഷ്യം വന്ന കാർത്തികാകട്ടെ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കുത്തുന്നു. അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. നേഹ പണ്ടൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവളുടെ വീടിന്റെ അയൽവക്കത്തുള്ള പയ്യനായിരുന്നു ഗൗതം. രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. ചെറുപ്പത്തിൽ തന്നെ നേഹയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ്. അവളുടെ അമ്മൂമ്മയായിരുന്നു അവളെ വളർത്തിയിരുന്നത്. എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്ന് നേഹയും ഗൗതമും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം നേഹയുടെ അമ്മൂമ്മ മരിച്ചുപോയി. അതോടുകൂടി അവൾ അനാഥയായി. ഇനി ഈ പെൺകുട്ടിയുടെ കാര്യം എന്താകുമെന്ന് ഗ്രാമനിവാസികളെല്ലാം പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. ഓരോ രാത്രിയും കാർത്തിക്കിന്റെ സെക്ഷൽ ടോർച്ചറിന് വിധേയയാവുകയായിരുന്നു നേഹ. പക്ഷെ ഇതൊന്നും അവൾ ആരോടും പറഞ്ഞില്ല. രാവിലെ അവൾ കോളേജിലേക്ക് പോകാൻ റെഡിയായി. ടിഫിൻ റെഡിയാക്കാൻ റാണി ഒന്ന് വൈകിയപ്പോഴേക്കും ദേഷ്യം വന്ന കാർത്തികാകട്ടെ റാണിയെ അടിക്കുന്നു. നെഹിക്ക് പോകണ്ടേ, അവൾക്ക് വല്ലതും കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ തന്നെ ദോശ എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടെന്ന് നേഹ പറഞ്ഞതും അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഇപ്പോൾ ഈ ദോശ കഴിച്ചില്ലെങ്കിൽ ഇന്ന് മാത്രമല്ല നീ ഇനി ഒരിക്കലും നിന്റെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന്. എന്നിട്ടും അവൾ കഴിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം അവൻ പറയുന്നുണ്ട്, നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് വാരിത്തരും. ഞാൻ വാരിത്തന്നാൽ അത് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടാകും. അത് നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാരിത്തരാം. അത് കേട്ടതും പേടിച്ചിട്ട് നേഹ തനി അതെല്ലാം കഴിക്കാൻ ആരംഭിച്ചു. കാർത്തിക്കിന്റെ പ്രണയം എന്ന് വെച്ചു കഴിഞ്ഞാൽ താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നതായിരുന്നു. അല്ലാതെ അവളുടെ ഇമോഷനോ അവളുടെ വേദനയ്ക്കോ ഒന്നും തന്നെ അവൻ ഒരു വാല്യൂയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ ഇറങ്ങിയ നേഹയെ താൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കാർത്തിക് വണ്ടിയിലേക്ക് കയറ്റി. എന്നാൽ പോകുന്ന വഴിയിലെല്ലാം തന്നെ അവൻ അവളുടെ മുഖത്തേക്കും ചുണ്ടിലേക്കും നെഞ്ചിലേക്കൊക്കെ നോക്കുകയായിരുന്നു. അവളെ തന്നെ നോക്കിയപ്പോഴേക്കും അവന്റെ ഉള്ളിൽ കാമം ഉണരാൻ തുടങ്ങി. അവന് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കോളേജിന്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് നേഹ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും അവൻ നേഹയുടെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് തന്നെ ഇരുത്തുകയും അവളെ ഉമ്മ വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കാറിൽ വെച്ച് തന്നെ അവളുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ അവൻ ഏർപ്പെടുന്നു. ആകെ തകർന്നുപോയ നേഹയാകട്ടെ എങ്ങനെയൊക്കെയാണ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിന്റെ ഓഫീസിലേക്ക് പോകാതെ നേരെ അവൾ ബാത്റൂമിലേക്ക് പോവുകയും അതിനുള്ളിലിരുന്ന് കരയുകയും ചെയ്യുന്നു. അവളുടെ ഫ്രണ്ട് ആകട്ടെ അവൾ പോകുന്ന കണ്ട് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് കാണുന്നത് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നെല്ലാം തന്നെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നുവെന്ന്. ഈ കാർത്തിക്കിന്റെ ടോർച്ചർ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ഫ്രണ്ടിന്റെ സഹായത്തോടുകൂടി ഹോസ്പിറ്റലിൽ പോയ ശേഷമാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവൾ വന്ന സമയത്ത്
സമയത്ത് കാർത്തിക് ഉണ്ടായിരുന്നില്ല. അത് കാരണം അവൾ കുറച്ചുനേരം റെസ്റ്റ് എടുക്കുന്നു. വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അവളുടെ അമ്മൂമ്മ മരിച്ച ശേഷം അവളുടെ ഒരു അങ്കിള് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നു. താൻ സിറ്റിയിലേക്ക് പോവുകയാണെന്നും ഇനി നമ്മൾ കാണില്ലാന്നും ഗൗതമിനോട് നേഹ പറയുന്നുണ്ട്. പക്ഷെ ഗൗതം പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് സിറ്റിയിലേക്ക് വരുമെന്ന്, ഒരിക്കലും നീ എന്നെ മറക്കരുതെന്ന്. അവർ രണ്ടുപേരും പരസ്പരം വാക്കു കൊടുക്കുന്നുണ്ട്. വീണ്ടും അവർ ഒന്നിക്കുമെന്നും വീണ്ടും കണ്ടുമുട്ടുമെന്നും. അങ്ങനെ സിറ്റിയിലുള്ള അങ്കിളിന്റെ കൂടെ അവൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം വലുതായ നേഹയാണ്. അവൾക്ക് അപ്പോഴും ഗൗതവുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ലാൻഡ് ഫോൺ ഉപയോഗിച്ച് അവൾ വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്തുള്ള ചെറിയ ബൂത്തിൽ പോയിട്ടാണ് അവൾ ഗൗതമിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്ഥിരമായിട്ട് സംസാരിച്ച് അവർ പരസ്പരം പ്രണയിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കാണണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം സിറ്റിയിലേക്ക് ഗൗതം വരുന്നു. അവന്റെ അച്ഛന് സുഖമല്ലായിരുന്നു. സിറ്റിയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് ഫാമിലിയായിട്ട് സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നിന്റെ കൂടെ ഈ സിറ്റിയിൽ തന്നെ താൻ ഉണ്ടാകുമെന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമെന്നും ഗൗതം അവളോട് പറയുന്നുണ്ട്. നേഹ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നീട് ദിവസവും അവർ കാണാൻ തുടങ്ങി. അവളുടെ അങ്കിളിന് അറിയില്ലായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. ഒരു ദിവസം പുറത്തുപോയ ശേഷം ഗൗതമാകട്ടെ അവളെ വീടിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൻ അവളെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വീടിന്റെ അടുത്ത് നിന്ന് എന്തോ വീണ്ടൊരു സൗണ്ട് കേട്ടതും നേഹ ഉള്ളിലേക്ക് ഓടിപ്പോയി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. കാർത്തിക് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബെഡിൽ കിടക്കുന്ന നേഹയാണ് കാണുന്നത്. അവൻ സൗണ്ട് ഉണ്ടാക്കാതെ അവളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നേഹ ഞെട്ടി എഴുന്നേൽക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ ലഡ്ഡു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവൻ നീട്ടി. എന്നാൽ തനിക്ക് വേണ്ടാന്ന് പറഞ്ഞതും ദേഷ്യത്തോടു കൂടി അവൻ അത് താഴേക്ക് വലിച്ചെറിഞ്ഞു. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും നീ എന്നെ ഒരു തരി പോലും സ്നേഹിക്കുന്നില്ല എന്നാണ് കാർത്തിക് അവളോട് പറയുന്നത്. എന്റെ അച്ഛനെ പറഞ്ഞാൽ മതി, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നീയുമായിട്ടുള്ള വിവാഹം നടത്തി. പക്ഷെ വിവാഹത്തിന് ശേഷം നീ എന്നെ സ്നേഹിക്കുന്നില്ല. ദേഷ്യം വന്ന നേഹ അവനോട് പറയുന്നുണ്ട്, നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കുമെന്ന്. നീ എപ്പോഴും എന്നെ ടോർച്ചർ ചെയ്യുകയും ഉപദ്രവിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ മരിച്ചെന്നറിഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും കരയില്ല. എന്റെ പ്രണയം അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രണയം എന്നാണ് കാർത്തിക് ചോദിക്കുന്നത്. നീ ഗൗതമിനെ സ്നേഹിച്ചിരുന്ന കാര്യം എനിക്കറിയാം. അവന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ പ്രണയം? എന്നാൽ നേഹ പറയുന്നുണ്ട്, അവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിലല്ല എനിക്ക് വിഷമം, നിന്റെ കൂടെ ഇവിടെ പെട്ടുപോയതിലാണ് എനിക്ക് വിഷമം. കാർത്തിക്കിന് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ അവനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നീ എന്നെ ഉപദ്രവിച്ചോ, നീ എന്നെ അടിച്ചോ, എന്റെ ദേഹത്ത് തൊട്ടോ, എന്റെ ശരീരത്തിൽ ചൂട് വെച്ചോ, നീ അങ്ങനെ എന്ത് ചെയ്താലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നില്ല. ഞാൻ പിന്നെ നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ നിനക്കെന്തിനാണ് ഇത്ര ദേഷ്യം? ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന കുപ്പിയിലെടുത്ത് സ്വന്തം തലയിൽ അടിക്കാൻ ആരംഭിച്ചു. ഐ ലവ് യു പറയുന്നിടം വരെ ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ നേഹയുടെ ബോധം പോയി. നേഹ അങ്ങനെ കിടക്കുന്ന കണ്ടതും അവൻ ആകെ ടെൻഷനായിട്ട് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരുന്നു. സ്ട്രെസ് കൂടി തലകറങ്ങിയതാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ നേഹ കുറച്ചുനേരം മയക്കത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അവൾ ഇടയ്ക്കുണരുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കാർത്തിക് കുറെ വിറക് കഷ്ണങ്ങൾ ഹാളിലേക്ക് കൊണ്ടുവെക്കുന്നതാണ്. അതെല്ലാം അതിലേക്ക് ഒഴിക്കുന്നു. അതിന്റെ നടുക്ക് കയറി നിന്നിട്ട് അവൻ തീ കത്തിക്കാൻ തുടങ്ങി. ഞാൻ മരിക്കാൻ നേരത്തെങ്കിലും നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുവോ? എന്റെ സ്നേഹം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്തും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം തീ കൊളുത്താൻ തുടങ്ങി. പേടിച്ചുപോയ നേഹ വേറെ നിവൃത്തിയില്ലാതെ ഐ ലവ് യു എന്ന് പറയുന്നു. അന്ന് രാത്രി മുഴുവൻ അവൾ കരയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആകെ തളർന്നെണീറ്റ് റെഡിയായി ആദ്യം അവൾ അമ്പലത്തിലേക്ക് വരുന്നു. കുറച്ചുനേരം അമ്പലത്തിൽ ചെലവഴിച്ച അവളാകട്ടെ തന്റെ കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ എവിടെയോ ഗൗതമിനെ കണ്ടതായിട്ട് അവൾക്ക് തോന്നി. ഗൗതമിനെ അന്വേഷിച്ച് അവൾ അവിടെയെല്ലാം നടക്കുന്നു. അവളുടെ കൂട്ടുകാരി വന്ന് അവളോട് കാര്യം തിരക്കുമ്പോൾ താൻ ഗൗതമിനെ കണ്ടു എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ആരുമില്ല എന്ന് കൂട്ടുകാരി പറയുന്നു. ശരിക്കും അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ തന്റെ ഫ്രണ്ടിനോട് തുറന്നു പറയുന്നു. അന്ന് അമ്മൂമ്മ മരിച്ച ശേഷം അവളുടെ അങ്കിള് അവളെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? ശരിക്കും അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അയാളുടെ മകന്റെ മുറപ്പെണ്ണ് കൂടിയായിരുന്നു നേഹ. അയാളുടെ മകനായിരുന്നു കാർത്തിക്. നേഹ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കാർത്തിക് ഒരു പാവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്റേത് മാത്രമാണെന്നും നീ വേറെ ആരുടേതും അല്ലെന്നും നീ എന്നോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കാർത്തിക് ആ പാവയോട് പറയുന്നുണ്ടായിരുന്നു. അവന്റെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റം കണ്ടിട്ട് നേഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആ പാവയ്ക്ക് തന്റെ പൊട്ട് വെച്ചു കൊടുക്കുന്നു. അതിനെയും കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അത്രയും നേരം പാവയോടെ കളിച്ചുകൊണ്ടിരുന്ന കാർത്തിക്കിന് നേഹയെ കണ്ടപ്പം മുതൽ അവളോടൊരു വല്ലാത്ത കൗതുകം തോന്നി. തന്റെ പാവയ്ക്ക് പകരമായിട്ട് അവൾ നേഹയെ ആ സ്ഥാനത്ത് കാണാൻ തുടങ്ങി. കൂടാതെ അവളുടെ അങ്കിളും കാർത്തിക്കിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഇത് നീ കെട്ടാൻ പോകുന്ന പെണ്ണ നിന്റെ മുറപ്പെണ്ണാന്നൊക്കെ. ഇപ്പം മുതലേ അച്ഛൻ അങ്ങനെ പറഞ്ഞത് കാരണം കാർത്തിക്കിന്റെ മനസ്സിൽ നേഹ തന്റേത് മാത്രമാണെന്ന് തോന്നാൻ തുടങ്ങി. അവൻ എപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളോട് മറ്റാരും സംസാരിക്കുന്നത് അവൻ ഇഷ്ടമായിരുന്നില്ല. അവളോട് സംസാരിക്കാൻ വന്ന പയ്യന്മാരെയൊക്കെ അവൻ അടിച്ചോടിച്ചു. നേഹ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ കാർത്തിക്കിന് അവളുടെ സൗന്ദര്യത്തിൽ വല്ലാത്തൊരു ഭ്രമം തോന്നാൻ തുടങ്ങി. അവളുടെ ശരീരഭാഗങ്ങളിലേക്കായിരുന്നു അവന്റെ കണ്ണുകൾ പോയിക്കൊണ്ടിരുന്നത്. അവൾ അറിയാതെ അവളുടെ ഇന്നേഴ്സ് എല്ലാം എടുത്ത് തന്റെ റൂമിലേക്ക് അവൻ കൊണ്ടുവരും. നേഹയ്ക്ക് കാർത്തിക്കിനെ നല്ല പേടിയായിരുന്നു. പരമാവധി അവനിൽ നിന്നും അവൾ ഒഴിഞ്ഞു നിന്നുകൊണ്ടേയിരുന്നു. അന്ന് ഗൗതം ഒരിക്കൽ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവളെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്തിരുന്നില്ലേ? അന്ന് രാത്രി എന്തോ സൗണ്ട് കേട്ടാണല്ലോ അവൾ പെട്ടെന്ന് ഗൗതമിനെ വിട്ടിട്ട് വീട്ടിലേക്ക് കയറിപ്പോയത്. അകത്ത് ചെന്നപ്പോൾ അവളുടെ അങ്കിളാകട്ടെ ആരുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടേ താൻ തിരിച്ചു വരുമെന്ന് അങ്കിൾ അവളോട് പറഞ്ഞതും അവൾ ആകെ വല്ലാതെയായി. കാർത്തിക്കിന്റെ കൂടെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ അവൾക്ക് പേടിയായിരുന്നു. അന്ന് രാത്രി അങ്കിളിന്റെ കൂടെ ആഹാരം കഴിക്കാൻ നേരത്ത് കാർത്തിക് പുറത്തു പോയിട്ട് വരുന്നത് കാണുന്നു. അവൻ
അവനോട് അയാൾ പറയുന്നുണ്ട് ഇവിടെ വന്നിരുന്ന ആഹാരം കഴിക്കാൻ. ഒട്ടും മനസ്സിലാതെ അവൻ ദേഷ്യത്തോടുകൂടി അവിടേക്ക് വന്നിരുന്നു. എന്നാൽ അവന്റെ ശരീരത്തിൽ നിറയെ ചെളി പറ്റിയിട്ടുണ്ടായിരുന്നു. നീ ഇതെവിടെ പോയിട്ടാ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും വേണ്ടിയില്ല. എങ്ങനെയൊക്കെയോ ആഹാരം കഴിച്ചു. കറിയൊന്നും എടുക്കാതെ ആഹാരം കഴിക്കുന്നുണ്ട്, എന്തിനാ കറി എടുക്കാതെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ കറിയെടുത്ത് അവന്റെ പാത്രത്തിലേക്ക് ഇട്ടതും ഇതൊക്കെ ആരാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അവൻ പോകുന്നു. നേഹയും അയാളും ആകെ വല്ലാതെയായി. അയാൾ അവളോട് പറയുന്നുണ്ട് ഈ ദേഷ്യമൊക്കെ വെച്ചിട്ട് ഇവന്റെ കൂടെ എങ്ങനെ നീ ജീവിക്കുമെന്തോ, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാം മാറിക്കോളൂന്നാണ് അയാൾ വിശ്വസിച്ചത്. നേഹയ്ക്ക് തന്റെ അങ്കിളിനെ എതിർത്ത് ഒന്നും പറയാനും വയ്യായിരുന്നു. അവളുടെ അങ്കിൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി. അന്ന് രാത്രി അവൾ കിടന്നുറങ്ങാൻ നേരത്ത് അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നുണ്ട്. അത് കാർത്തിക് അയച്ചതാണ്. അവൾ ഗൗതമനെ കെട്ടിപ്പിടിക്കുന്നതും കിസ് ചെയ്യുന്നതും എല്ലാം കാർത്തിക് കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ കൈതട്ടി വീണ ചെടിച്ചിട്ടിയുടെ സൗണ്ട് കേട്ടിട്ടായിരുന്നു നേഹ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോയത്. ആ വീഡിയോയുടെ അവസാനം കാർത്തിക് അവളോട് പറയുന്നുണ്ട് നീ എന്റേത് മാത്രമാണെന്നും നിന്നെ ആരും നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല എന്നും. അങ്ങനെയുള്ള നീ എങ്ങനെ അവനെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടത് കൊടുത്തിട്ടുണ്ടെന്നാണ് കാർത്തിക് പറയുന്നത്. കാർത്തിക് ഗൗതമനെ ഫോളോ ചെയ്തു പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വെച്ചിട്ട് ഗൗതമനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് 4 സ്റ്റിച്ചെങ്കിലും ഉണ്ടാകുമെന്ന് ആ വീഡിയോയിൽ കാർത്തിക് പറയുന്നു. ഈ വീഡിയോ കണ്ട് നേഹ ശരിക്കും പേടിച്ചു. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നതും കാർത്തിക് അവളെ കയറി പിടിക്കുന്നു. രക്ഷപ്പെടാൻ തുടങ്ങിയതും കാർത്തിക് അവളെ ഫോളോ ചെയ്തു പോകുന്നു. പേടിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട് ഞാനും ഗൗതവും ചെറുപ്പം മുതലേ ഇഷ്ടത്തിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ ചെറുപ്പം മുതലേ നീ എന്റെ പെണ്ണാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഞാനാ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നീ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല, എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ. സൈക്കോകളെ പോലെയായിരുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. നേഹ പേടിച്ചരണ്ടിരിക്കുകയാണ്. അവൾ ഇനി ഗൗതമനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയുമെന്ന് കാർത്തിക് ഭീഷണിപ്പെടുത്തുന്നു. എപ്പോഴൊക്കെ നിന്നെ നേഹാന്ന് വിളിക്കുന്നു അപ്പോഴെല്ലാം നീ വിളി കേട്ടുകൊണ്ടേയിരിക്കണം. ഇവിടെ നിന്ന് നീ പുറത്തിറങ്ങാനേ പാടില്ല. പേടിച്ചുപോയി നേഹയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അങ്കിളും വീട്ടിലില്ല. അവൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് വാതില് പൂട്ടി പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു, കയ്യിലൊരു കത്തിയുമായിട്ട്. അവിടെ ഇരുന്നും അവൻ നേഹാന്ന് വിളിക്കുമ്പോൾ അകത്തിരുന്ന് അവൾ വിളി കേൾക്കണം. ആ രാത്രി മുഴുവൻ അങ്ങനെ പേടിച്ച് അവർ തള്ളി നീക്കി. പിറ്റേന്ന് അവന്റെ അച്ഛൻ തിരിച്ചു വന്നതും ഈ കാഴ്ചയെല്ലാം കണ്ട് ശരിക്കും ഭയപ്പെട്ടു. നേഹയോട് കാര്യം തിരക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് താൻ ഗൗതമനെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് കാർത്തികിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും. എന്നാൽ ഇത് കേട്ട് അവളുടെ അങ്കിള് ആകെ വിഷമത്തിലായി. കാർത്തികിന്റെ പെണ്ണായിട്ടാ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ചെറുപ്പത്തിലെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, ഇനി ആ വാക്ക് മാറ്റാൻ എനിക്ക് പറ്റില്ല. ഞാൻ കാർത്തികിനും വാക്ക് കൊടുത്തതാണ്. നീ അവനെ തന്നെ വിവാഹം കഴിച്ചെങ്കിലേ പറ്റൂ. കാർത്തികിനെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവന്റെ അമ്മ മരിച്ച ശേഷം ഞാൻ ദിവസവും ഓഫീസിലേക്ക് പോകും. അവൻ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അവന് കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ അവന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അവന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടം വാങ്ങാൻ പോയ സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് ഒരു പാവയാണ്. പിന്നീട് എപ്പോഴും അവൻ അതിനോട് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അവന്റെ അവസ്ഥ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിന്റെ അമ്മൂമ്മ മരിച്ചതും ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. നീ വന്ന ശേഷം അവനിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ ഇന്നും അവന്റെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കായി പോകും. അങ്കിളിനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതും നേഹ ആകെ തകർന്നു പോയി. അവൾ സ്വയം ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ അങ്കിള് അവളെ ഹോസ്പിറ്റലാക്കി. ഹോസ്പിറ്റലിൽ വന്നിട്ടും കാർത്തിക് പ്രശ്നം ഉണ്ടാക്കുന്നു. നേഹയെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് അവനോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അവൻ ഡോക്ടേഴ്സിനെയും നഴ്സിനെയും എല്ലാം തന്നെ ആക്രമിക്കാൻ ആരംഭിച്ചു. അവരുടെ കണ്ണു വെട്ടിച്ച് അവൾ അവിടെ നിന്നും നേരെ പോകുന്നത് ഗൗതമിനെ തേടിയാണ്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഗൗതമും വീട്ടുകാരും അവിടെ ഇല്ല എന്ന്. അവന്റെ അച്ഛന്റെ സർജറിക്ക് വേണ്ടിയിട്ട് അവർ മുംബൈയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തിയതും കാർത്തിക് ആകെ ദേഷ്യത്തിൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. നീ ഇതെവിടെ പോയെന്ന് ചോദിച്ചുകൊണ്ട്. നേഹയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അടിക്കുന്നത് സ്വന്തം അച്ഛനെ തന്നെയായിരുന്നു. കാർത്തിക്കുമായിട്ടുള്ള വിവാഹത്തിന് നേഹ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് കാർത്തിക് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇത്രയും കാലം തന്നെ വളർത്തി വലുതാക്കിയ അങ്കിളിനെ അവൻ അടിക്കുന്ന കണ്ടിട്ട് നേഹയ്ക്ക് സഹിച്ചില്ല. കാർത്തികിനെ വിവാഹം കഴിക്കാമെന്ന് നേഹ സമ്മതിക്കുന്നു. അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവരുടെ വിവാഹം നടന്നത്. ഈ കഥയെല്ലാം അന്നവൾ തന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാർത്തിക് അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. നേഹയെ കണ്ട ഉടനെ തന്റെ ഷർട്ടൊക്കെ ഊരിയ ശേഷം അവളെ കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും ആരംഭിച്ചു. എന്നാൽ നേഹ അവനെ തള്ളി മാറ്റുന്നു. നീ എന്റെ ശരീരത്തിൽ തൊട്ടു കഴിഞ്ഞാൽ ഞാൻ സ്വയം കുത്തിച്ചാകുമെന്ന് പറയുന്നു. അവള് മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടുകൂടി കാർത്തികിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ആകെ വിഷമിച്ചിരുന്നുകൊണ്ട് പറയുന്നുണ്ട് താലി കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ലാന്ന് എങ്ങനെ നിനക്ക് പറയാൻ തോന്നുന്നത്? എന്റെ അച്ഛന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കുറ്റപ്പെടുത്തു. സ്നേഹിക്കുന്ന പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കുമെന്നാണ് അവൻ ചോദിക്കുന്നത്. നേഹ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നീ എന്നെ തൊട്ടു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി മദ്യപിച്ച് കാർത്തിക് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേഹ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ അന്വേഷിച്ചു. കോളേജിലും പോയി നോക്കി. എവിടെയും നേഹ ഉണ്ടായിരുന്നില്ല. അവളുടെ ഫ്രണ്ടിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നേഹ വിളിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും അവന്റെ ഈ രൂപം കണ്ട് പേടിക്കുകയായിരുന്നു. നേഹയെ പറ്റി ഒരു വിവരമില്ലാതെ ഒരാഴ്ചയോളം അവൻ അവിടെ എവിടെയും അലഞ്ഞു നടന്നു. വീട്ടിലിരുന്ന് ഒരുപാട് മദ്യപിച്ചു. കണ്ണിൽ കണ്ടവരെല്ലാം അവൻ തല്ലി. അപ്പോഴും അവന്റെ വീട്ടിലെ ജോലിക്കാരി അവിടെ വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മദ്യപിച്ചുകൊണ്ടിരിക്കെ ജോലിക്കാരിയെ കണ്ടപ്പോൾ നേഹയാണെന്ന് തോന്നിയിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ജോലിക്കാരി കരുതിയത് കാർത്തിക്കിന് ജോലിക്കാരിയുടെ ആഗ്രഹം തോന്നിയെന്നാണ്. അവർ രണ്ടുപേരും സെക്സിൽ ഏർപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നില്ലേ എന്ന് ജോലിക്കാരി ചോദിച്ചതും നിന്നേക്കാരാ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവളുടെ മുഖത്തടിക്കുന്നു. ഭ്രാന്തനെ പോലെ അവൻ
അവൻ ആ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിച്ചു. അലമാരയിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം താഴേക്ക് വലിച്ചിടുമ്പോഴാണ് തന്റെ പഴയ പാവയെ അവൻ കാണുന്നത്. ആ പാവയെ ഹാളിലേക്ക് കൊണ്ടുവന്ന് അവൻ കെട്ടിത്തൂക്കുന്നുണ്ട്. അതിന്റെ വയറ്റിൽ ഒരു കത്തി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പ്രണയം തീവ്രമാണെന്നും നീ എന്റേത് മാത്രമാണെന്നൊക്കെ നെഹയെ പറ്റി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആ സമയത്ത് നെഹ കയറി വരുന്നു. അപ്പോഴേക്കും അവൻ ആ പാവയൊക്കെ തട്ടിമാറ്റിയ ശേഷം അവളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? നീ ഇല്ലാത്തത് കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നൊക്കെ. അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അവനോട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എപ്പോഴും പറയുന്നത്, എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്നെ തൊടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് എത്ര തവണ പറഞ്ഞു, നീ എന്താ മനസ്സിലാക്കാത്തേന്ന്. ഞാൻ ഗൗതമിനെ തന്നെയാ സ്നേഹിക്കുന്നത്. ദേഷ്യം വന്നവനാകട്ടെ അവളോട് പറയുന്നുണ്ട്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നുന്നു. ആ ദൈവത്തിനെ എനിക്ക് കൊല്ലാൻ തോന്നുന്നു. ദൈവത്തിന്റെ അടുത്ത് എനിക്ക് പോകണമെങ്കിൽ ഞാൻ മരിച്ചെങ്കിലല്ലേ പറ്റൂ. ഞാൻ മരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കത്തിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കുത്താൻ പറയുന്നു. എന്നാൽ അവൾ ആ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്താ എന്നെ കൊല്ലാത്തെ? നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഗൗതമനെ സ്നേഹിക്കുന്നേ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ എന്തായാലും കാണേണ്ടി വരും. ദേഷ്യം വന്ന അവനാകട്ടെ അവിടെ ഇരുന്ന കുപ്പിയെടുത്ത് അവളുടെ തലയിലേക്ക് അടിക്കുന്നു. കുറെ തവണ അടിച്ചതോടുകൂടി അവളുടെ ബോധം പോയി. അവൻ അവളെ വലിച്ചിഴിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് വരുന്നു. അവിടെ ഇരുന്ന് കുറെ മദ്യപിക്കുന്നുണ്ട് അവൻ. ഇവരുടെ ഫ്ളാറ്റിലെ ബഹളം എല്ലാം കേട്ടിട്ട് അടുത്തുള്ള ആൾക്കാര് പോലീസിൽ അറിയിക്കുന്നുണ്ട്. പോലീസുകാർ വന്ന് വാതിലിന് മുട്ടുമ്പോഴാണ് കാർത്തിക് വന്ന് വാതിൽ തുറക്കുന്നത്. അവന്റെ ശരീരത്തിലും വീട്ടിലും എല്ലാം തന്നെ ബ്ലഡ് ഉണ്ടായിരുന്നു. അവർ അവിടെയെല്ലാം പരിശോധിക്കുന്നു. എന്നാൽ അവർക്ക് എവിടെ നിന്നും നേഹയെ കണ്ടെത്താൻ സാധിച്ചില്ല. നേഹ മിസ്സിംഗ് ആയിരുന്നു. നേഹയുടെ മിസ്സിംഗ് കേസും കാർത്തികിന്റെ തലയിൽ വന്നു. എല്ലാവരും പറഞ്ഞത് അവൻ അവളെ കൊന്നു കാണുമെന്നാണ്. നേഹ എവിടെ പോയെന്ന് കാർത്തിക്കിനും അറിയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവന്റെ ഫയൽ എടുക്കുമ്പോൾ അതിൽ നേഹയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ പിടിച്ചു വാങ്ങി അവൻ അതിൽ നക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നു. വികൃതമായിട്ടുള്ള ഈ രീതികൾ കണ്ടിട്ട് പോലീസുകാര് അവന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ പിടിച്ചു വാങ്ങി. ദേഷ്യം വന്നവനാകട്ടെ പോലീസുകാരെ എല്ലാം അടിച്ചു. അവിടുത്തെ ഓഫീസറായിട്ടുള്ള പോലീസുകാരെ അവനെ തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ അവൻ ആ പോലീസുകാരെ അടിക്കുന്നു. നേഹയുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയല്ലേ നീ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിന്റെ നേഹയുടെ ഫോട്ടോ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരി ആ ഫോട്ടോ ചുരുട്ടാൻ തുടങ്ങിയതും അവൻ ആ പോലീസുകാരെ കൊല്ലാൻ തുടങ്ങി. ബാക്കി പോലീസുകാരെല്ലാം ചേർന്നിട്ട് അവനെ എങ്ങനെയൊക്കെയോ വിലങ്ങ് വെച്ച് അവിടെ നിർത്തി. പോലീസുകാരെ ആക്രമിക്കാൻ കൂടി ശ്രമിച്ചതോടുകൂടി അവന്റെ മുകളിൽ കേസ് വന്നു. കോടതിയിൽ അവർ വീഡിയോ എല്ലാം തന്നെ പ്രൂഫായിട്ട് കാണിച്ചു. 3 വർഷത്തേക്ക് അവന് കഠിന തടവാണ് വിധിച്ചത്. പക്ഷെ അവന്റെ മെന്റൽ കണ്ടീഷൻ കണക്കിലെടുത്ത് അവന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നേഹയുടെ മിസ്സിംഗ് കേസ് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കേസിലൊരു തീരുമാനമായിട്ട് മാത്രമേ അതിന്റെ വിധി കോടതി പറയുമായിരുന്നുള്ളൂ. കാർത്തിക്കിനെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും പോയി കാണുകയും അവന്റെ അച്ഛനോട് പോയി ആ പോലീസുകാർ സംസാരിക്കുകയും ചെയ്തു. നേഹയുടെ ജീവിതം ഇങ്ങനെ ആകാൻ താനും കൂടിയ കാരണമെന്ന് അയാൾ സമ്മതിച്ചു. വിവാഹശേഷം കാർത്തിക് മാറുമെന്നാ കരുതിയത്. പക്ഷെ അവൻ ഇത്രയധികം ക്രൂരനായി തീരുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. നേഹയെ മിക്കവാറും അവൻ തന്നെ കൊന്നുകാണുമെന്ന് അയാൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. കാർത്തിക് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെയുള്ള നേഴ്സുമാരെ പോലും അവൻ വൃത്തികെട്ട രീതിയിലായിരുന്നു നോക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവനെ കാണാൻ ആ പോലീസുകാരി വരുന്നു. ആ പോലീസുകാരി അവനോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ നേഹ എവിടെയും പോയിട്ടില്ല. അവൾ ജീവനോടെയുണ്ട്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്നവൾ കോളേജിൽ വെച്ച് ഗൗതമനെ കണ്ടുവെന്ന് സംശയത്തോടുകൂടി തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ശരിക്കും ഗൗതം ഉണ്ടായിരുന്നു. മുംബൈയിൽ നിന്ന് അച്ഛന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് നേഹയുടെ വിവാഹം കഴിഞ്ഞുവെന്ന്. അവൾ ഹസ്ബൻഡ് കൂടെ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ഇവിടേക്ക് വന്നത്. അവന്റെ കൂടെ ഈ പോലീസുകാരി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നേഹയുടെയും ഗൗതമിന്റെയും കൂടെ കോളേജിൽ പഠിച്ചിരുന്നതായിരുന്നു ഈ പോലീസുകാരി. അവർക്കും അറിയാമായിരുന്നു നേഹയും ഗൗതവും വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്ന്. എന്നാൽ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആ പോലീസുകാരിയെ അന്വേഷിച്ചിരുന്നു. ഇവർ രണ്ടുപേരും നേഹയെ കാണാൻ വന്നപ്പോഴാണ് നേഹ തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞത്. കാർത്തിക് ഒരു സൈക്കോ ആണെന്നും അവൻ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൾ അവരോട് പറഞ്ഞു. അന്ന് എല്ലാ കഥകളും അവൾ തന്റെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ കൂട്ടത്തില് ഗൗതമും ഈ പോലീസുകാരിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പ്ലാനിട്ടതാണ്. ഒരാഴ്ചയോളം അവിടെ നിന്ന് മാറി നിൽക്കുക. ആ ഒരാഴ്ച കൊണ്ട് അവൻ ശരിക്കും ഒരു സൈക്കോ ആയി മാറും. അന്നവൾ തിരിച്ചെത്തി ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം നേഹയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നില്ലേ? അവളെ എടുത്തുകൊണ്ട് കാർത്തിക് ബാത്റൂമിലേക്ക് വന്നിരിക്കുകയായിരുന്നു. രണ്ടുപേരും അബോധാവസ്ഥയിലായിരുന്നു. ആ സമയം അവളുടെ ഫ്രണ്ട്സാണ് വന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോയത്. നേഹ ഇത്രയും നാളും അവർ തന്നെ സേഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. കാർത്തിക്കിനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ച ശേഷം ജഡ്ജിയുടെ അടുത്ത് വന്ന് നേഹ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും കൂടുതൽ തെളിവുകൾ കൊടുക്കുകയും ചെയ്തു. ജഡ്ജി കാർത്തിക്കിന്റെ സമ്മതമില്ലാതെ തന്നെ നേഹയ്ക്ക് ഡിവോഴ്സ് അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ നേഹയും ഗൗതമും ഒരുമിച്ചിരിക്കുന്നു. അവർ വളരെയധികം സന്തോഷത്തോടുകൂടി ഒരു ജീവിതം നയിക്കുകയാണ്. അതുകൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് കാർത്തിക്കിന് ദേഷ്യം വരുന്നു. നിന്റേത് പ്രണയമല്ലായിരുന്നുവെന്നും ഒരുതരം കൺട്രോളിംഗ് ബിഹേവിയർ ആയിരുന്നുവെന്നും ആ പോലീസുകാരി പറയുന്നുണ്ട്. പോലീസുകാരി അവിടെ നിന്നും പോയതും അവൻ താഴെ കടന്നിരുന്ന തന്റെ ആ പഴയ പാവ എടുക്കുന്നു. വീണ്ടും അതിനെ നോക്കി നേഹ എന്ന് വിളിക്കുന്നുണ്ട്. അവന് നേഹയോടുള്ള ഭ്രാന്ത് ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.